ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഹോം മെയ്ഡ് ചിക്കൻ ടിക്കയാണ്. ഓവണോ ഗ്രില്ലറോ ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ ഫ്രൈ പാനിൽ തന്നെ ട്രൈ ചെയ്യുന്ന ഒരു ഹോം മെയ്ഡ് ചിക്കൻ ടിക്ക. എന്താ റെഡിയല്ലേ? നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചിക്കൻ ടിക്കയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈരും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മിനിമം അരമണിക്കൂറെങ്കിലും നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടും പെട്ടെന്നൊന്ന് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ്. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതെടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളം വാർത്താൻ വെക്കുക. എന്നിട്ട് ഞാനൊരു 3 പാർട്ടാക്കിയത് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ 3 ടൈപ്പ് മാരിനേഷനാണ് ചെയ്യുന്നത്. അതിനു വേണ്ടി 3 കളർ ക്യാപ്സിക്കും ഒരു സവാളയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് പാർട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ് എടുക്കുക, 1 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര്, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തി നമ്മൾ കുറച്ച് എടുത്തിട്ട് നല്ല കയ്യിലിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി അതിലേക്ക് ചേർക്കുക. ആ ഫ്ലേവറൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കസൂരി മേത്തി അത്ര വിലയൊന്നുമില്ല, 25 ഗ്രാമിന് 29 രൂപയുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ നല്ല കളർ ഉണ്ടാവും, അത്ര എരിവ് ഉണ്ടാവില്ല. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ആദ്യം ചേർത്ത കുരുമുളക് പൊടിയാണ്, പിന്നെ ഗരം മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കളറും കൂടെ ചേർക്കാം, ഒന്ന് നല്ലൊരു കളർഫുള്ളായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ ചിക്കനിലൊക്കെ നന്നായിട്ടൊന്ന് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 3 കളർ ക്യാപ്സിക്കും അതുപോലെ കുറച്ച് സവാളയുടെ, അത് ആ ഫുള്ള് അതല്ല, അതിന് കുറച്ച് മാത്രം, നമ്മൾ 3 പാർട്ടിലേക്കും വേണം. അപ്പോൾ അതുപോലെ കണക്കാക്കിയിട്ട് കുറച്ച് എടുത്തിട്ട് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മളുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക്, ഞാൻ നേരത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടുള്ള മിക്സിയുടെ ജാറാണ്, കഴുകിയിട്ടില്ല. അതിലേക്ക് കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, അതുപോലെ കുറച്ച് പുതിന ഉണ്ടെങ്കിൽ പുതിനയും ചേർക്കാം, പിന്നെ ഒരു 1-2 പച്ചമുളക്, പിന്നെ കുറച്ച് കട്ട തൈര്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചേർത്ത പോലെ കുറച്ച് കസൂരി മേത്തി ചേർക്കുകയാണ്. കസൂരി മേത്തി എന്ന് പറയുമ്പം ഉലുവയുടെ ഇല ഉണക്കിയതാണ്. പിന്നെ ഒരു 1/2 മുറി ചെറുനാരങ്ങയുടെ നീരും ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സിയിലൊന്ന് നമ്മൾ അടിച്ചെടുക്കുക. ഇപ്പം നമ്മളത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സെക്കൻഡ് പാർട്ട് ചിക്കനിലേക്ക് ഈ ഒരു അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. നമ്മൾ തൈരൊക്കെ എടുക്കുന്ന സമയത്ത് വെള്ളമില്ലാത്ത തൈര് എടുക്കണം, കട്ടത്തൈര് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. വെള്ളമുള്ള തൈരാണെങ്കിൽ ഒരു സ്ട്രെയിനറിൽ ആ തൈര് വെച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയതിൻ്റെ ശേഷം അത് ചേർക്കുക. എന്നാലേ കറക്റ്റ് ആ ചിക്കനിലൊക്കെ ആ മാരിനേഷൻ ശരിക്കും പിടിക്കുള്ളൂ. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ക്യാപ്സിക്കും സവാളയൊക്കെ കുറച്ച് ഇതിലേക്കും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പം നമ്മളുടെ ഗ്രീൻ കളർ മാരിനേഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു വൈറ്റ് കളർ മാരിനേഷനാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ കട്ടത്തൈര് ചേർക്കുക, 1/2 ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ കസൂരി മേത്തി ചേർക്കുമ്പോഴാണ് കറക്റ്റ് ആ ഒരു ചിക്കയുടെ ടേസ്റ്റ് ഒക്കെ വരുന്നത്. ആ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് വരണമെങ്കിൽ അതാണ് യൂസ് ചെയ്യുന്നത് നല്ലത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, പിന്നെ കുറച്ച് കോൺഫ്ലോർ ഇവിടെ ചേർക്കുന്നുണ്ട്. ആ ഒരു വൈറ്റ് കളർ മാരിനേഷൻ നല്ല ഒരു തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സോയാ സോസും ചേർത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും ഇവിടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്യാനാണ് നല്ലത്. അപ്പോൾ നന്നായിട്ട് ആ ചിക്കനിലൊക്കെ അതിൻ്റെ ആ ഒരു മസാലയൊക്കെ നന്നായിട്ടൊന്ന് നമുക്ക് തേച്ച് പിടിപ്പിക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഉപ്പ് നോക്കണമെങ്കിൽ നോക്കാം. ഇപ്പോൾ ഇത് കറക്റ്റാണ്, ഉപ്പും പുളിയൊക്കെ നല്ല കറക്റ്റാണ്.
എരിവിന് നമ്മൾ കുരുമുളക് പൊടി മാത്രമാണല്ലോ ചേർത്തിട്ടുള്ളത്. ഇത് എരിവ് കുറവുള്ള ഒരു ടൈപ്പ് മാരിനേഷനാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം എല്ലാം ബാക്കി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതൊരു 8 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. നമ്മൾ ചിക്കൻ ടിക്ക തയ്യാറാക്കുകയാണെങ്കിൽ തലേ ദിവസം തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നല്ല കറക്റ്റ് ടേസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ കുറച്ച് ബാംബൂ സ്ക്യൂവർ എടുത്തിട്ടുണ്ട്. ഇതിന് 60 രൂപയേ ഉള്ളൂ ഈ ഒരു പാക്കറ്റിന്. നമുക്ക് വേണ്ട സ്ക്യൂവർ എടുത്തിട്ട് നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. കാരണം നമ്മൾ ഫ്രൈ പാനിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സ്ക്യൂവർ ബാംബു അല്ലേ, അതുകൊണ്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് കുതിർത്തതിന് ശേഷം നമ്മൾ എടുത്തിട്ടൊന്ന് തുടച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഞാൻ തലേ ദിവസം തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 3 ടൈപ്പ് മാരിനേഷനും. എന്നിട്ട് എടുത്തിട്ട് നമ്മൾ ഇതൊന്ന് ഇതിലേക്ക് കോർത്ത് വെക്കണം. ആദ്യം നമ്മൾ ചിക്കൻ വെക്കുക. പിന്നെ നമ്മൾ ക്യാപ്സിക്കം ഞാനിവിടെ ചെയ്തിട്ടുള്ളത് യെല്ലോ, റെഡ്, ഗ്രീൻ, പിന്നെ സവാളയുടെ പീസും വെച്ച് ആ ഒരു ഓർഡറിലാണ് ഇവിടെ കോർത്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് കുത്തി വെക്കാവുന്നതേ ഉള്ളൂ. ഒരു ഓർഡറിൽ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 3 കളറൊക്കെ ക്യാപ്സിക്കൊക്കെ ചേർക്കുന്നത്. നമ്മളെ കയ്യിൽ റെഡ് കളർ ക്യാപ്സിക്കം ഇല്ലെങ്കിൽ നമുക്ക് ടൊമാറ്റോ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രീൻ കളർ മാരിനേഷനാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മളൊന്ന് മിക്സിങ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ തന്നെ ഒരു ചിക്കൻ പീസ്, പിന്നെ റെഡ്, യെല്ലോ, ഗ്രീൻ, പിന്നെ സവാളയുടെ പീസും വെച്ചിട്ട് പിന്നെ ഒരു ചിക്കൻ്റെ പീസും വെച്ച് അവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു 2 പ്രാവശ്യമായിട്ട് നമ്മൾ ആ ഒരു സ്ക്യൂവറിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഗ്രീൻ കളർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വൈറ്റ് കളർ മാരിനേഷനാണ്. ചിക്കന് നമ്മളൊരു മീഡിയം സൈസിലുള്ള പീസാണ് നല്ലത്. ഇത് കുറച്ച് സൈസ് കൂടി പോയിട്ടുണ്ട്. അതാണ് ഒരു കറക്റ്റ് ഒരു ടേസ്റ്റും ആ ഒരു ഭംഗിയൊക്കെ കാണാനും. അതൊരു സ്ക്വയർ പീസും അതുപോലെ ഈ ക്യാപ്സിക്കം കൂടെ കറക്റ്റ് സ്ക്വയർ പീസാകുമ്പോൾ നല്ല ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും കാണാനും. അപ്പോൾ ഇങ്ങനെ വൈറ്റ് കളറും ഞാനിവിടെ കോർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചിക്കൻ ടിക്ക തയ്യാറാക്കുന്നത് ഫ്രൈ പാനിലാണ്. അതിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ സ്ക്യൂവർ വീതം ഇതിൽ വെക്കുക. ഞാനപ്പോൾ ദോശയുടെ ഫ്രൈ പാനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് നടുഭാഗം ചെറുതായിട്ടൊന്ന് പൊങ്ങിയിരിക്കുമല്ലോ. അപ്പോൾ ആ എണ്ണ ഒഴിച്ചതൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് പോയി. ഒരുപാട് എണ്ണ വേണ്ട, എന്നാലും കുറച്ചും കൂടെ ആ എണ്ണ ഒന്നും നിൽക്കുന്നതായിരുന്നു നല്ലത്. എന്നിട്ട് ഒരു സിം ടു മീഡിയം ആ ഒരു ഫ്ലെയിമിലാണ് നമ്മളിത് തിരിച്ചു മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ അതിൻ്റെ സൈഡിൽ മാത്രമേ എണ്ണ ഉള്ളൂ. അപ്പോൾ നടുക്ക് എണ്ണ ആവാത്തതുകൊണ്ട് ഞാൻ ഈ പാത്രം ഒന്ന് മാറ്റുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള സ്ക്യൂവർ കുറച്ച് ലെങ്ത്ത് കൂടുതലായിരുന്നു. അതാണ് ചെറിയ ഫ്രൈ പാനിൽ എനിക്ക് വെക്കാൻ പറ്റാതായത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ലെങ്ത്ത് നോക്കിയിട്ട് നിങ്ങൾ പാന് സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ആ സ്ക്യൂവറിൻ്റെ ലെങ്ത്ത് ഒന്ന് കുറച്ച് കട്ട് ചെയ്താൽ മതി. അപ്പോൾ അത് കറക്റ്റ് നമ്മൾ ഏത് സൈസിലുള്ള പാനിലാണോ അതിനനുസരിച്ച് നമുക്ക് അതിൽ വെക്കാൻ പറ്റും. സിം ടു മീഡിയം ആ ഒരു ഫ്ലെയിമിൽ നമ്മൾ കുറച്ച് സമയം ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനൊരു തന്തൂർ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചാർക്കോളോ അല്ലെങ്കിൽ ചിരട്ടയോ എന്തെങ്കിലും കത്തിച്ചിട്ട് അത് പുകയുന്ന സമയത്ത് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ആ ഒരു പുക വരുന്ന സമയത്ത് ഒന്ന് അടപ്പ് വെച്ചിട്ട് കഴിഞ്ഞാൽ ആ കറക്റ്റ് ആ പുക അതിൽ കിട്ടുമല്ലോ. അതിലൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ സെക്കൻഡ് പാർട്ട് ചിക്കനും കൂടെ ഫ്രൈ പാനിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതും ഇതുപോലെ തന്നെ സിം ടു മീഡിയം ആ ഒരു ഫ്ലെയിമിൽ തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ? നല്ല ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമ്മൾ കാണുന്ന അതേ ആ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. ടേസ്റ്റും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ആ ചിരട്ടയൊക്കെ കത്തിച്ചിട്ട് വെച്ചപ്പോൾ ആ ഒരു പുകയൊക്കെ കിട്ടിയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. നല്ല സോഫ്റ്റ് ആയിരുന്നു ചിക്കന്. കാരണം നമ്മൾ കുറേ സമയം തൈരിലിട്ട് വെച്ചു. അതുപോലെ ഒരു ദിവസം മുമ്പേ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചല്ലോ. അപ്പോൾ നല്ല ആ ഒരു സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റൊക്കെ പിടിച്ച് നല്ല ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല രസം ഉണ്ടായിരുന്നു. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കിയത്. എന്നിട്ട് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടും ടേസ്റ്റ് ആയിട്ട് കിട്ടിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം നമ്മൾ ചിക്കൻ ടിക്കയുടെ മസാലയൊന്നും യൂസ് ചെയ്യുന്നില്ല, ഹോം മെയ്ഡ് ആയിട്ടുള്ള മസാലയാണ് യൂസ് ചെയ്യുന്നത്. ഓവണും ഗ്രില്ലൊന്നും ഇല്ലാതെ നമ്മൾ ഫ്രൈ പാനിലുമാണല്ലോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണല്ലോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ചെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.